ഹായ് മാന്യ യൂട്യൂബ് ചാനൽ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാനിന്നിടുന്ന വീഡിയോ കപ്പയും വൻപയറും ചേമ്പന്താളും കൂടെയുള്ള ഒരു പുഴുക്കാണ്. നാടൻ രീതിയിലുള്ള പുഴുക്കാണ് ചെയ്യാൻ പോകുന്നത്. കപ്പ പൊളിക്കുകയാണ്. ഇത് 1.5 കിലോ കപ്പയാണ്. കപ്പ 1.5 കിലോ, പയർ 150 ഗ്രാം വെള്ളം ഒഴിച്ച് കുതിർത്തപ്പോഴത്തേക്ക് അത് പൊടിച്ചിട്ടുണ്ട്. ചേമ്പന്താൾ 2 എണ്ണം. കഴിഞ്ഞിന് കപ്പ കൊത്തുവാണ്. നാടൻ രീതിയിലുള്ള പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരുപാട് കൂട്ടങ്ങൾ കൂട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ 3 കൂട്ടേ കൂട്ടുന്നുള്ളൂ. കൊത്തിക്കഴിഞ്ഞ് കപ്പ ഇനിയും കഴുകാൻ കൊണ്ടുപോവാണ്. കൊണ്ടുവന്ന് വെച്ച് തീ കത്തിച്ച് കപ്പ അടുപ്പിൽ വെച്ചു. കപ്പ നോക്കാം നമുക്ക്. കപ്പ തള വന്നു. കപ്പ അടുപ്പിൽ വെച്ച് നമുക്ക് ചേമ്പന്താൾ എടുക്കാം. ചേമ്പന്താൾ ഇത് ഷുഗർ ചേമ്പെന്നാണ് ഇനി പറഞ്ഞത്. ഷുഗർ ചേമ്പ് ഷുഗറുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ഷുഗർ കുറയുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇല എല്ലാം കൂട്ടിയെടുക്കാം. താളും ഇല എല്ലാം കൂടി കൂട്ടിയാണ് എടുക്കുന്നത്. ഇപ്പം ഇത് ഇങ്ങനെ ഒരു കണ്ടിച്ചിട്ട് ഇതിൻ്റെ പുറത്തെ അങ്ങ് ചീന്തി കളയണം. ഈ തൊലി അങ്ങ് കളയണം. മഴക്കാറുണ്ട് നല്ലപോലെ. ഇതുപോലെ ഇത് ചെയ്ത് തീരുന്നതിന് മുന്നേ മഴ പെയ്താൽ ആകെപ്പാടെ കുളമാകും. മഴയ്ക്ക് പിന്നെ ചെയ്യണമെന്നുള്ള കണക്കോട്ടിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടിച്ചിട്ടത് ചേമ്പ് കഴുകി കൊട്ടയ്ക്കകത്ത് വെള്ളം പാല വെക്കണം. കപ്പ ഉണ്ടോ നോക്കാം നമുക്ക്. കപ്പ വെന്ത് ഇനിയിപ്പം കപ്പ അങ്ങ് ഊറ്റാം. കപ്പ ഊറ്റുവാണ്. ഞങ്ങളുടെ പൈപ്പിൻ്റെ ഓടാണിത്. പയറടുപ്പ് വെക്കുകയാണ്. പയറ് വേഗട്ടണി. പയറടുപ്പ് വെച്ച് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആകപ്പാടെ മൂടലാണ്. പയർ നോക്കാം. പയർ തന്നെ ആയിരുന്നു. പയർ പകുതി വേവായി. കറിവേപ്പിലയാണ് അതിനകത്ത് കിടക്കുന്നത്. കറിവേപ്പിലയാണ് കിടന്നോട്ടെ. പയറൊക്കെ ഇവിടെ നിന്ന് വേഗട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ചേമ്പന്താളിൻ്റെ വെള്ളമെല്ലാം തോർന്ന് ഇനിയിപ്പോൾ അത് അരിയാം. ഉരുളിയിലോട്ട് തന്നെ അങ്ങ് അരിവാണെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കീറണം. ഇങ്ങനെ കീറിയിട്ട് ചെറുതായിട്ട് അങ്ങ് അരിയുക. ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ഈ ചേമ്പന്താളിലുള്ള വെള്ളം മുഴുവൻ ഇറങ്ങാനാണ്. ഒരു തുള്ളി ഉപ്പാണ് ഇട്ടേക്കുന്നത്. ഈ ചേമ്പന്താളിൻ്റെ വെള്ളം മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പയർ നോക്കട്ടെ വെന്ത്. പയർ വെന്ത് വെള്ളമെല്ലാം പറ്റി. പയർ വെന്ത് വെള്ളമെല്ലാം പറ്റി ചേമ്പന്താൾ വെച്ച് നമുക്ക് ചേമ്പന്താൾ വെന്തോന്ന് നോക്കാം. ചേമ്പന്താൾ വെന്ത് പഴയ കാലത്തൊക്കെ ചേമ്പന്താളും ഓമയ്ക്കായും ഒക്കെ ആയിരുന്നു കറി. പയറിൻ്റെ നാമ്പ്, മുട്ടയുടെ നാമ്പ് ഇതൊക്കെ വെച്ചുള്ള കറിയാണ്. മുറ്റത്തിട്ടുള്ള പെരുമാറ്റമായിരുന്നു കൂടുതലും. ഇപ്പോഴാണ് എല്ലാവരും അകത്ത് പെരുമാറ്റം. പക്ഷേ കൂടുതലും ആൾക്കാർ മുറ്റത്തായിരുന്നു പെരുമാറ്റം. പാചകം എല്ലാ സാധനം പാചകം ചെയ്യുന്നത്. കാര്യമൊക്കെ ഇങ്ങനെയുള്ള ചേവായി. ഇളം വേകാനുണ്ട്. ഇതിനുള്ള ചേരുവകളാണ് ഇതെല്ലാം. തേങ്ങ 1 മുറി,
മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, കറിവേപ്പില 3 തണ്ട് അടത്തിയെടുത്തത്, അതിൻ്റെ തണ്ടം കളഞ്ഞ് കരിവേപ്പില ഊരിയെടുത്തത്, സ്പൂൺ ജീരകം ഒരു 2-3 ഞുള്ളാണിത്, ഒത്തിരി ആയാൽ ചുവയ്ക്കും. വെളുത്തുള്ളി ഞാൻ ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട്. എന്നാ വെച്ചാൽ പയറും ചേമ്പുംതാളും ഒക്കെ അതിൻ്റെ ഗ്യാസ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ചുള വെളുത്തുള്ളി. അതിൻ്റെ ഇത് നമുക്ക് കണ്ടിച്ച് കളയണം, ശകലമുള്ളത് കേടുള്ളത് കളയണം. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കാന്താരി ഒരു 16 എണ്ണം ഉണ്ട്. ഇത് നല്ല എരിവുള്ള കാന്താരിയാണ്, കുഞ്ഞ് കാന്താരിയാണെങ്കിൽ നല്ല എരിവുള്ള കാന്താരിയാണ് കാന്താരി. ഉള്ളി ഒരു 17 എണ്ണം ഉണ്ട്, എണ്ണ നോക്കിയിട്ട് 17 ഉള്ളിയുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇനി അരയ്ക്കാം നമുക്ക്. ആ ചിരണ്ടിയപ്പം കഴന്ന് വീണ തേങ്ങയാണ്, അത് ഞാൻ ഇതിലോട്ട് അരിഞ്ഞ് അങ്ങ് ചേർത്തത്, അങ്ങ് ചതച്ച് വാരി എടുക്കാമല്ലോ ഒന്നും കണ്ട്. എല്ലാം ഒതുക്കി എടുത്താൽ മതി. കറിവേപ്പിലയും ഉള്ളി എല്ലാം ഒതുക്കി എടുത്താൽ മതി. അങ്ങനെ പുഴുക്കിനുള്ള അരപ്പ് ചായച്ച് കഴിഞ്ഞ് കപ്പ പിന്നെ നമുക്ക് അരപ്പ് ചേർക്കാം. പയറാദ്യം കുറേ ഇട്ട് വെള്ളം ഇങ്ങനെ ഞാനവിടെ മഞ്ഞിട്ട് ചേമ്പന്തട കുറച്ചിട്ട് ചേമ്പന്താള് അരപ്പ് കുറച്ചിട്ട് ഉപ്പ് ഇച്ചിരി വെതറി 1/4 സ്പൂണ് കുരുമുളക് പൊടിയാണ്, അതിന് പുറത്തുകൂടെ വെതറി. പയർ വീണ്ടും ഇട്ട് അരപ്പ് വീണ്ടും ഇട്ട് 1/4 സ്പൂൺ ഉപ്പ് പൊടി കൂടെ ഇട്ട് ചേമ്പന്താളും കൂടെ ഇട്ട് കുരുമുളക് പൊടി ഒരു ലേശം കൂടെ കൊണ്ടിട്ട് കറിവേപ്പില ഒരു തണ്ടും കൂടെ ഊരിയിട്ട് ഈ അരപ്പൊന്ന് വേകാൻ മാത്രം തുള്ളി വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് വേകാനും വേണ്ടി മാത്രം. എന്നിട്ടിതൊന്ന് കൂട്ടിയൊന്ന് അടച്ച് ഒരു 4 മിനിറ്റ് തീ ഒന്ന് കൊടുക്കുക, ചെറിയ തീയ, അരപ്പൊന്ന് വേകാൻ മാത്രം. അരപ്പൊന്ന് 2 സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. അരപ്പ് വെന്ത് ആറി തന്നു നമുക്ക് തിളക്കാം. കപ്പ പുഴുക്കിളക്കുവാണ്. കപ്പയും ചേമ്പന്താളും വൻപയറും കൂടെ ഉള്ള പുഴുക്കാണ്. കപ്പയും ചേമ്പന്താളും വൻപയറും കൂടെ ഉള്ള പുഴുക്കാണിത്. വെന്ത് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കണത്, നല്ല ടേസ്റ്റ്. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യം ആണ്, ജോലി ചെയ്യുന്നതൊക്കെ. വെന്ത് കുഴഞ്ഞ് നല്ല മണമൊക്കെ വരുന്നത്. ഇത്രയും പുഴുക്ക് തിന്നിട്ട് ഒത്തിരിയും കാലങ്ങളായി, ഇത്രയും പുഴുക്ക് തിന്നിട്ട്. കപ്പയും പയറും ചേമ്പന്താളും കൂടെയുള്ള പുഴുക്ക് റെഡിയായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.